ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ദൈവജനം പഠിക്കുവാൻ ഈ പ്രഭാതത്തിൽ നമ്മെ കൂട്ടിവരുത്തിയ ദൈവകൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും നന്ദിയുള്ളവരായിരിക്കുകയും ചെയ്യാം. കടന്നു വന്നാൽ നിങ്ങളെല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഒരിക്കൽ കൂടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ക്രമീകൃതമായിട്ട് പഠിക്കുവാൻ ക്രിസ്തു ശാസ്ത്രം, ക്രിസ്റ്റോളജി എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ ഇന്ന് നമുക്ക് 18ാമത്തെ പാഠമായിട്ട് നമ്മുടെ കർത്താവിൻ്റെ സ്വർഗാരോഹണവും മധ്യസ്ഥതയുമാണ് വിഷയം. നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ നമ്മുടെ പാപങ്ങളെ പരിഹരിപ്പാൻ വേണ്ടി കടന്നു വന്നു. അവിടെ നമുക്ക് പ്രായശ്ചിത്തമായി തീർന്നു. അങ്ങനെ അവിടുന്ന് പ്രായശ്ചിത്തമായിട്ട് ക്രൂശിൽ മരിച്ചു. ക്രൂശിൽ മരിച്ച കർത്താവ് അടക്കപ്പെട്ടു. 3-ാം നാൾ അവിടുന്ന് ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റ് അവിടുന്ന് ദൈവത്തിൻ്റെ പുത്രനെന്ന് തെളിയിച്ചു. അതേ തുടർന്ന് 11 പ്രാവശ്യം നമ്മുടെ കർത്താവ് വിവിധ സന്ദർഭങ്ങളിൽ തൻ്റെ അപ്പോസ്തലന്മാർക്ക്, ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി എന്ന് നമുക്ക് കേൾക്കുവാൻ സാധിച്ചു. അതിന് അവസാനമായിട്ട് നമ്മുടെ കർത്താവ് സ്വർഗാരോഹണം ചെയ്തു. സ്വർഗാരോഹണം എന്ന് പറയുന്നത് എന്താണ്? സ്വർഗാരോഹണം ഈ ഭൂമിയിൽ നിന്ന് യേശു കർത്താവ് അപ്രത്യക്ഷനായി എന്നാണ് പലരും ചിന്തിക്കുന്നത്. ഇത് ഒരു അപ്രത്യക്ഷപ്പെടലല്ല, മറിച്ച് ഒരു സ്ഥാനാരോഹണമാണ് എന്നത് നാം അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കണം. അതായത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരുന്നു എന്നാണ് ആ ഭാഗം നമ്മെ ഓർപ്പിക്കുന്നത്. അപ്പോൾ ഈ സാങ്കേതിക വാക്കുകളിൽ നമുക്കിതിനെ മനസ്സിലാക്കുവാനായിട്ട് അസെൻഷൻ ആൻഡ് സെഷൻ എന്ന 2 വാക്കുകൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കാറുണ്ട്. അസെൻഷൻ എന്ന് പറയുന്നത് കർത്താവിൻ്റെ സ്വർഗാരോഹണത്തെ കുറിക്കുന്നതാണ്. എന്നാൽ അസെൻഷൻ മാത്രമല്ല, സെഷനോടുണ്ട്. സെഷൻ എന്ന വാക്ക് സെഷൻ കോടതി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ സെഷൻ എന്ന് പറയുന്നത് അവിടുത്തെ അധികാരത്തെയും നിലവിലുള്ള ശുശ്രൂഷയും കുറിക്കുന്നതാണ്. അസെൻഷന് ശേഷമുള്ള സെഷൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ആ 2 കാര്യങ്ങളാണെന്ന് നമ്മൾ പ്രാധാന്യതയോടെ ചിന്തിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തു. മാത്രമല്ല, അവിടുന്ന് ഒരു ശുശ്രൂഷ ആരംഭിച്ചു. ആ ശുശ്രൂഷ മധ്യസ്ഥതാ ശുശ്രൂഷയാണ്. താൻ മുഖാന്തരം ദൈവത്തോടെടുക്കുന്ന എല്ലാവർക്കും വേണ്ടി അവിടുന്ന് പിതാവിനോട് മധ്യസ്ഥത അണയ്ക്കുന്ന അനുഗ്രഹീത ശുശ്രൂഷയാണ് അവിടുന്ന് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വർഗാരോഹണത്തെക്കുറിച്ചും ഈ മധ്യസ്ഥതാ ശുശ്രൂഷയെക്കുറിച്ചും ദൈവമക്കൾ വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണമെന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്നു. എന്താണ് സ്വർഗാരോഹണത്തിൻ്റെ പ്രാധാന്യം? അത് രേഖപ്പെടുത്തിയിരിക്കുന്ന അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നാം ശ്രദ്ധിക്കുമ്പോൾ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മഹാദൗത്യം ഭരമേൽപ്പിച്ചു. അതിൻ്റെ അന്തിമഘട്ടമായിട്ട് യെരുശലേം മുതൽ ഭൂലോകത്തിൻ്റെ അറ്റത്തോളം എപ്രകാരമാണ് കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കേണ്ടത് എന്ന് ക്രമീകൃതമായിട്ട് കർത്താവ് ഓർപ്പിച്ചു. ആദ്യം യെരുശലേമിലും, പിന്നെ ശമരിയിലും, പിന്നെ യഹൂദിയിലും, പിന്നെ ശമരിയിലും, ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. അപ്പോൾ പരിശുദ്ധാത്മാവ് ലഭിച്ച ശേഷം നിങ്ങൾ ലോകസുവിശേഷീകരണം നടത്തണം എന്നുള്ള വാക്കുകൾ പ്രസ്താവിച്ചതിന് ശേഷമാണ് കർത്താവ് സ്വർഗാരോഹണം ചെയ്യപ്പെടുന്നത്. അതാണ് അപ്പോസ്തല പ്രവൃത്തി 1:9 വായിക്കുന്നത്. ഇത് പറഞ്ഞ ശേഷം, ഏത് പറഞ്ഞ ശേഷം എന്നുള്ളതാണ് ഞാൻ ഉദ്ധരിച്ചത്. ഇത് പറഞ്ഞ ശേഷം അവർ കാണുകെ അവിടുന്ന് ആരോഹണം ചെയ്തു. ഒരു മേഘം അവിടുത്തെ മൂടിയിട്ട് അവിടുന്ന് അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. അവിടുന്ന് പോകുന്ന നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവിടുന്ന് വീണ്ടും വരും എന്ന് പറഞ്ഞു. അപ്പോൾ ദൂതന്മാർ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണ വേളയിൽ സാഗൂതം നോക്കിക്കൊണ്ട് നിന്ന കർത്താവിൻ്റെ അപ്പോസ്തലന്മാരെയും ശിഷ്യന്മാരെയും ഒക്കെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്തിനാണ്? അപ്പോൾ ആ ചോദ്യത്തിന് ഒരു അന്തർലീനമായ അർത്ഥമുണ്ട്. ഇപ്പോൾ തൊട്ടു മുമ്പ് എന്താണ് പറഞ്ഞത്? ആകാശത്തേക്ക് നോക്കി നിൽക്കാനാണോ, അതോ യെരുശലേം മുതൽ ലോകം മുഴുവനും സുവിശേഷം അറിയിക്കുവാനാണോ? സുവിശേഷം അറിയിക്കേണ്ട നിങ്ങൾ ഈ ആകാശത്തിലേക്ക് നോക്കി നിൽക്കേണ്ട,
ആകാശത്തിലേക്ക് നോക്കി നിൽക്കാതെ നിങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്യുക എന്നുള്ളതാണ് കർത്താവ് പറഞ്ഞതിൻ്റെ സാരാംശം. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ സഭയ്ക്ക് ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചു. സ്വർഗത്തിലേക്ക് പോയ കർത്താവ് അവിടെ ഒരു ശുശ്രൂഷ ആരംഭിച്ചു. ഇത് രണ്ടും കൂടി ഒത്തുചേർന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. പ്രാരംഭത്തിൽ നമുക്ക് സ്വർഗാരോഹണം എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ പ്രാധാന്യത? 4 കാര്യങ്ങൾ അത് സംബന്ധമായിട്ട് രത്നചുരുക്കമായിട്ട് അറിയിപ്പാൻ ആഗ്രഹിക്കുന്നു. സ്വർഗാരോഹണം വിളിച്ചറിയിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഭൗമിക ശുശ്രൂഷയുടെ പൂർത്തീകരണമാണ്. ഭൗമിക ശുശ്രൂഷയുടെ പൂർത്തീകരണം എന്ന് പറയുമ്പോൾ നമ്മുടെ കർത്താവ് ദൈവരൂപത്തിലിരിക്കെ അവിടുന്ന് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊണ്ടിരിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, വേഷത്തിൽ മനുഷ്യനായി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ താൻ താഴ്ത്തി. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് താഴ്ത്തപ്പെട്ട യേശുക്രിസ്തുവിൻ്റെ താഴ്മയുടെ ഏറ്റവും ബോട്ടം, റോക്ക് ബോട്ടം എന്നൊക്കെ പറയുന്നത് പോലെ ഏറ്റവും താണ അവസ്ഥ എന്ന് പറയുന്നത് ക്രൂശിലെ മരണമാണ്. അപ്പോൾ ക്രൂശിലെ മരണത്തോളം താഴ്ത്തപ്പെട്ടു. എന്നാൽ ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പരിശുദ്ധാത്മാവിൽ പറയുന്നത്, അതുകൊണ്ട് ദൈവവും അവനെ അത്യന്തം ഉയർത്തി. യേശു കർത്താവ് എത്രത്തോളം താഴ്ത്തപ്പെട്ടുവോ അത്രത്തോളം ഉയർത്തപ്പെട്ടു. ഒരു റബ്ബർ പന്ത് നാം എടുത്ത് താഴേക്ക് ആഞ്ഞടിക്കുമ്പോൾ അത് എത്രത്തോളം ആഴത്തിൽ, എത്രത്തോളം ശക്തിയോടെ അത് അടിക്കുന്നു അത്രത്തോളം ഉയരുന്നു എന്ന് പറഞ്ഞതുപോലെ യേശു കർത്താവ് എത്രത്തോളം താഴ്ത്തപ്പെട്ടുവോ അത്രത്തോളം അവിടുന്ന് ഉയർത്തപ്പെട്ടു. അങ്ങനെ ഉയർത്തപ്പെട്ട ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണം നമ്മെ വിളിച്ചറിയിക്കുന്നത് അവിടുന്ന് എന്തിനു വേണ്ടി വന്നുവോ അത് പൂർത്തീകരിച്ചു എന്നുള്ളതാണ്. അഥവാ അവിടുന്ന് ഭൗമിക ജീവിതത്തിൽ താൻ എന്ത് ശുശ്രൂഷ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിച്ചോ അത് പൂർത്തീകരിച്ചു. ഒറ്റവാക്കിൽ പറഞ്ഞാൽ എന്തായിരുന്നു കർത്താവിൻ്റെ ശുശ്രൂഷ? കർത്താവിൻ്റെ ശുശ്രൂഷ മനുഷ്യവർഗത്തിൻ്റെ വീണ്ടെടുപ്പാണ്. ആ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ ജീവൻ അർപ്പിക്കുക എന്നുള്ളതായിരുന്നു അവിടുന്ന് ഏറ്റെടുത്ത പദ്ധതി. താൻ തന്നെ യാഗമാക്കുക. അപ്പോൾ അത് നിർവഹിച്ചു, ഉയർത്തെഴുന്നേറ്റുവെന്ന് തെളിയിച്ചു. അവസാനം ശിഷ്യന്മാരുടെ നടുവിൽ നിന്ന്, ഒലിമലയിൽ നിന്ന് അവിടുന്ന് സ്വർഗാരോഹണം ചെയ്തു. ഇത് ഞാൻ ഓർപ്പിച്ചതുപോലെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഭൗമിക ശുശ്രൂഷയുടെയും താഴ്മയുടെയും ദൃശ്യമായ അവസാനം കുറിച്ച രംഗമാണ് സ്വർഗാരോഹണം. രണ്ടാമത്തേത്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണം അവിടുത്തെ മഹത്വത്തിലേക്കുള്ള മടക്കമായിരുന്നു. അഥവാ പൂർത്തിയാക്കി അവിടുത്തെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ അവിടുന്ന് മഹത്വത്തിലേക്ക് മടങ്ങിപ്പോയി. മൂന്നാമത്തേത് പുനരാഗമനത്തിൻ്റെ വാഗ്ദത്തമാണ്. അതായത് ദൂതന്മാർ പറഞ്ഞ വാക്കുകളിലൂടെ വായിച്ചു കേൾപ്പിച്ചുവല്ലോ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എങ്ങനെയാണോ സ്വർഗത്തിലേക്ക് പോയത് അതേപോലെ തന്നെ ശാരീരികമായി, ദൃശ്യമായി അവിടുന്ന് മടങ്ങി വരും. ഇതിൻ്റെ ഉറപ്പാണ് നമുക്ക് സ്വർഗാരോഹണം നൽകുന്നത്. നമ്മുടെ കർത്താവ് മടങ്ങി വരും. സ്വർഗത്തിലേക്ക് കരയേറിപ്പോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിൽ അവിടുന്ന് വീണ്ടും മടങ്ങി വരും. അതിൻ്റെ ഉറപ്പാണ് സ്വർഗാരോഹണം. ഇനി നാലാമത് നാം സ്വർഗാരോഹണവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, സ്വർഗാരോഹണം നമ്മുടെ കർത്താവ് അവിടുന്ന് യോഹന്നാൻ്റെ സുവിശേഷം 16:7 പറഞ്ഞിരിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിന് സഭയിലേക്ക് വരുവാനുള്ള ഒരു വഴി തുറക്കലായിരുന്നു. അവിടുന്ന് പറഞ്ഞിരുന്നു, താൻ പോകുന്നത് അവർക്ക് പ്രയോജനമാണ്. പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ കാര്യസ്ഥനെ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കും. അപ്പോൾ സ്വർഗാരോഹണം ചെയ്ത ക്രിസ്തുവാണ് പിതാവിനോട് പരിശുദ്ധാത്മാവിനെ വാങ്ങി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അയച്ചത്. അപ്പോൾ ഇന്ന് പരിശുദ്ധാത്മാവ് സഭയെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സ്വർഗാരോഹണത്തിൻ്റെ ഫലമായിട്ടുണ്ടായ കാര്യമാണ്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ സ്വർഗാരോഹണത്തുള്ള ബന്ധത്തിൽ പ്രാധാന്യതയോടെ നാം ചിന്തിക്കണം. സ്വർഗാരോഹണം നമ്മുടെ കർത്താവിൻ്റെ ഭൗമിക ശുശ്രൂഷയുടെ പൂർത്തീകരണവും അവിടുത്തെ മഹത്വത്തിലേക്കുള്ള മടക്കവും പുനരാഗമനത്തിൻ്റെ വാഗ്ദാനവും പരിശുദ്ധാത്മാവിൻ്റെ വരവിനുള്ള വഴി തുറക്കലുമായിരുന്നു എന്നുള്ളതാണ് പ്രാധാന്യത്തോടെ നാം ഓർത്തിരിക്കേണ്ട 4 കാര്യങ്ങൾ. എന്നാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്തതിനെക്കുറിച്ച് രത്നചുരുക്കമായിട്ടാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ അവിടുത്തെ ഇന്നത്തെ ശുശ്രൂഷയാണ് നാം പ്രത്യേകതയോടുകൂടെ ശ്രദ്ധിക്കേണ്ടത്. പല ദൈവമക്കൾക്കും ഈ കാര്യത്തിൽ പരിജ്ഞാനമില്ല എന്നുള്ളത് വളരെ വസ്തുതാപരമായ ഒരു കാര്യമാണ്.
ഇന്ന് യേശുക്രിസ്തു സ്വർഗത്തിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? നമ്മുടെ കർത്താവ് ഭൂമിയിൽ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുകയും അത് പഠിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ തന്നെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഇന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം. അത് നാം വേണ്ട വിധത്തിൽ മനസ്സിലാക്കുന്നില്ല എങ്കിൽ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ പാല് കുടിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. കട്ടിയായ ആഹാരം കഴിക്കുവാൻ നമുക്ക് കഴിയാത്തവരായിപ്പോവും. അപ്പോൾ ഒരു കുഞ്ഞിൻ്റെ വളർച്ചയുടെ പ്രാരംഭഘട്ടത്തിൽ പാൽ അത്യാവശ്യമാണ്, പാല് മാത്രം ആവശ്യമാണ്. അങ്ങനെ ഒരു ഘട്ടമുണ്ടെന്ന് നമുക്കറിയാം. എന്നാൽ എന്നും പാല് കുടിച്ചുകൊണ്ടിരുന്നാൽ പോരായിരുന്നു, കട്ടിയായ ആഹാരം കഴിക്കണം. അപ്പോൾ ഈ പാല് കുടിക്കുന്ന സ്റ്റേജിൽ നിന്ന് കട്ടിയായ ആഹാരത്തിലേക്കുള്ള മാറ്റം സത്യത്തിൽ യേശുക്രിസ്തുവിൻ്റെ ഭൗമിക ശുശ്രൂഷയെ മാത്രം അറിയുന്നതിൽ നിന്ന് യേശുക്രിസ്തുവിൻ്റെ ഇപ്പോഴുള്ള ശുശ്രൂഷയെക്കുറിച്ചുള്ള പരിജ്ഞാനമുള്ളവരായി തീരുന്നതാണ് ഈ മാറ്റത്തിൻ്റെ ഒരു സൂചന എന്ന് പറയുന്നത്. നമുക്കറിയാം, എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അവിടുന്ന് മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം എങ്ങനെ നിർവഹിക്കുന്നു എന്ന് പറഞ്ഞു വരികയാണ്. പൗലോസ് അത് പറഞ്ഞു വരികയാണ്. 8 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, പുത്രൻ എങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം മഹാപുരോഹിതൻ എന്നുള്ള നാമം ദൈവത്താൽ ലഭിച്ചുമിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠതകളിൽ അതിപ്രധാനമായ ഒന്നാണ് അവിടുന്ന് മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതനാണ്. മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതൻ എന്ന് പറയുമ്പോൾ മൽക്കീസദേക്കിനെ കുറിച്ചുള്ള വിവരണത്തിൽ തൻ്റെ ജീവാരംഭമോ ജീവാവസാനമോ മാതാപിതാക്കളോ ഒന്നും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് യെശുക്രിസ്തുവിൻ്റെ നിഴലായിട്ട് പഴയ നിയമത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു നിഗൂഢ വ്യക്തിത്വത്തെയാണ് മൽക്കീസദേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ മൽക്കീസദേക്ക് യെരൂശലേമിൻ്റെ രാജാവ് അല്ലെങ്കിൽ ശാലേം രാജാവ് എന്ന അർത്ഥത്തിൽ സമാധാനത്തിൻ്റെ രാജാവാണ്. അവിടുന്ന് നീതിയുടെ രാജാവാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് അത് വ്യക്തമാണ്. നമ്മുടെ കർത്താവ് സമാധാനത്തിൻ്റെ പ്രഭുവും ദൈവത്തിൻ്റെ നീതിയുമാണ്. അപ്പോൾ ഈ മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള മഹാപൗരോഹിത്യമാണ് യേശുക്രിസ്തുവിന് ദൈവത്താൽ ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത് പ്രസ്താവിച്ച ശേഷം അതിനെക്കുറിച്ച് വിശദീകരിക്കുവാൻ വിവരിപ്പാനായിട്ട് ബുദ്ധിമുട്ടുന്ന പൗലോസിനെയാണ് നാം 11-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. ഇത് എബ്രായ ലേഖനം 5:11 അർത്ഥമാക്കുന്നത്. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ട്, എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നത് കൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമമാണ്. എബ്രായ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ നേരിട്ട പ്രതിസന്ധികളുടെ നടുവിൽ, യഹൂദന്മാരിൽ നിന്നും റോമക്കാരിൽ നിന്നും നേരിട്ട പീഡനങ്ങളുടെ നടുവിൽ അവർ ഈ ക്രിസ്തുമാർഗം തന്നെ വിട്ടിട്ട് യഹൂദ മതത്തിലേക്ക് മടങ്ങിപ്പോയാലോ എന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ ലേഖനം എഴുതുന്നത്. അപ്പോൾ ആ സന്ദർഭത്തിൽ അവരുടെ ആത്മീക മാന്യതയെക്കുറിച്ച് നമുക്ക് ബോധ്യമാവുന്നതേ ഉള്ളൂ. അവർ സഭായോഗത്തിന് പോലും പലരും പോകാറില്ലായിരുന്നു. അതുകൊണ്ടാണ് സഭായോഗങ്ങളെ നിങ്ങൾ ഉപേക്ഷയായിട്ട് വിചാരിക്കരുത് എന്ന് എടുത്ത് പറയേണ്ടി വന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ആഴമേറിയ സത്യങ്ങൾ, വിശേഷാൽ അവിടുന്ന് ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യങ്ങളെ വിശദീകരിക്കുവാനായിട്ട് ബുദ്ധിമുട്ടുന്ന പൗലോസിനെയാണ് നമ്മളിവിടെ കാണുന്നത്. ഞാനിത് എന്തിനു ഓർപ്പിച്ചു എന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യ ശുശ്രൂഷ, അവിടുന്ന് ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള പരിജ്ഞാനം, അത് കട്ടിയായ ആഹാരമാണ്. അത് വിവരിക്കുവാനായിട്ട് പൗലോസിന് കഴിയുന്നില്ല എന്ന് ബുദ്ധിമുട്ട് താൻ പ്രകടമാക്കിയെങ്കിലും തുടർന്ന് അദ്ദേഹം അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നതെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. 6-ാം അധ്യായം മുതൽ 7-ാം അധ്യായം വരെ യേശുക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യ ശുശ്രൂഷയുടെ ശ്രേഷ്ഠതകളെ, മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള മഹാപൗരോഹിത്യത്തിൻ്റെ പ്രത്യേകതകളെ വിവരിച്ചുകൊണ്ട് അക്കമിട്ട് പൗലോസ് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അപ്പം ചുരുക്കത്തിൽ ഈ മഹാപൗരോഹിത്യ ശുശ്രൂഷ, ഇപ്പോൾ ചെയ്യുന്ന ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ എല്ലാ ദൈവമക്കളും കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇല്ല എങ്കിൽ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ മന്ദതയുള്ളവരായി തീരുകയും മാത്രമല്ല, നാം കർത്താവിനെക്കുറിച്ച് അറിയേണ്ടതുപോലെ അറിയാതെ പോയാൽ നമുക്ക് നമ്മെക്കുറിച്ച് നാം ആയിരിക്കുന്ന നിലയിൽ അറിയാൻ കഴിയാതെ പോകും. അത് ക്രിസ്തീയ ജീവിതത്തിന് തടസ്സമായി തീരുവാനായിട്ട്
സാധ്യതയുണ്ട്. അതുകൊണ്ട് മഹാപുരോഹിതൻ എന്ന നിലയിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പക്ഷവാത ശുശ്രൂഷ, ഇന്റർസെഷൻ ആസ് എ ഹൈ പ്രീസ്റ്റ്, ഇത് എന്താണ് എന്താണ് ഈ പക്ഷവാദം ചെയ്യുക എന്ന് പറഞ്ഞാൽ? എന്താണ് ഈ ശുശ്രൂഷയ്ക്ക് നമ്മുടെ കർത്താവിനെ യോഗ്യനാക്കുന്നത്? എങ്ങനെയാണ് കർത്താവ് ഈ പക്ഷവാത ശുശ്രൂഷ നിർവഹിക്കുന്നത്? ഈ പക്ഷവാത ശുശ്രൂഷ അഥവാ മധ്യസ്ഥതയുടെ പ്രായോഗികമായിട്ടുള്ള ഫലങ്ങൾ എന്താണ്? ഈ 4 കാര്യങ്ങൾ വേഗത്തിൽ ഓർപ്പിച്ച് നിർത്തുവാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷയാണ് മധ്യസ്ഥത എന്നുള്ളത്. പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരുന്നു കൊണ്ട് വിശ്രമിക്കുന്ന ഒരു കർത്താവിനെയാണ് പലരും മനസ്സിൽ കണ്ടിരിക്കുന്നത്. ഇവിടെ ചെയ്യേണ്ടതെല്ലാം ചെയ്തു, ഇവിടെ വലിയ തിരക്കിട്ട ശുശ്രൂഷയായിരുന്നു, അതിനുശേഷം ഒരുപാട് കഷ്ടമൊക്കെ അനുഭവിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, തുടർന്ന് അവിടുന്ന് സ്വർഗാരോഹണം ചെയ്തു. ഇനിയും പിതാവിൻ്റെ വലത്തുഭാഗത്ത് പോയി ഒരു സിംഹാസനത്തിലിരുന്ന് വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിതാവ് പറയുമ്പോൾ ഇങ്ങോട്ടിങ്ങ് പോരും എന്നുള്ള ചിന്തയാണ് പല ക്രിസ്ത്യാനികൾക്കും ഉള്ളത്. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ കർത്താവ് അവിടെ ഒരു നിമിഷം പോലും ഉറങ്ങുകയോ മയങ്ങുകയോ ചെയ്യാതെ താൻ മുഖാന്തരം പിതാവിനോട് അടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരുവനെയും പിതാവുമായിട്ട് കണക്ട് ചെയ്യുവാനായിട്ട് എപ്പോഴും ബദ്ധശ്രദ്ധനായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ഇപ്പോഴുള്ള ശുശ്രൂഷ മധ്യസ്ഥതാ ശുശ്രൂഷയാണ്. തീർച്ചയായിട്ടും ആ മധ്യസ്ഥത ശുശ്രൂഷയുള്ള ബന്ധത്തിൽ പക്ഷവാതം എന്താണ് എന്നുള്ളത് തിരിച്ചറിയേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ്. പക്ഷവാതം എന്ന് പറയുമ്പോൾ അത് വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ പക്ഷം പിടിച്ചു വാദിക്കുക എന്നാണ്. പക്ഷം പിടിച്ചു വാദിക്കുക എന്ന് പറയുമ്പോൾ മറ്റൊരാൾക്ക് വേണ്ടി ഒരുവനോട് അപേക്ഷിക്കുക എന്നാണ് അതിൻ്റെ ലളിതമായ അർത്ഥം. അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടി വേറൊരാൾ ഇടപെടുക. അപ്പോൾ ക്രിസ്തു സ്വർഗത്തിൽ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി അഥവാ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നതിനെയാണ് പക്ഷവാതം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. റോമാലേഖനം 8:33 നാം ഇങ്ങനെ വായിക്കുന്നു: ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആര്? ഈ വാക്യം നമുക്ക് പക്ഷവാതത്തിൻ്റെ അർത്ഥം മാത്രമല്ല, അതിൻ്റെ ആവശ്യകത കൂടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് ദൈവം തിരഞ്ഞെടുത്തവർ അതാരാണ്? ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മുടെ കർത്താവിലൂടെ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ മക്കളെ കുറ്റം ചുമത്തുന്നവരുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. നമുക്ക് പലപ്പോഴും കുറ്റം ചുമത്തുന്നവരായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നതും കേൾക്കാൻ കഴിയുന്നതും നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യർ നമ്മളെ കുറ്റപ്പെടുത്തുന്നതായിട്ടാണ്. അതൊന്നും സത്യത്തിൽ സാരമുള്ള കാര്യമല്ല. എന്നാൽ ശരിക്കും നമ്മളെ കുറ്റപ്പെടുത്തുന്നത് പിശാചാണ്. പിശാച് ദൈവത്തിന് മുമ്പാകെ തൻ്റെ വൃതന്മാരെ, ദൈവത്തിൻ്റെ വൃതന്മാരെ എല്ലായ്പ്പോഴും അവർ കുറ്റം ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ്, കുറ്റം ചുമത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറ്റം ചുമത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മെ നീതീകരിക്കുവാൻ, അഥവാ നമ്മൾ കുറ്റമറ്റവരാണ്, ഈ ചുമത്തപ്പെടുന്ന കുറ്റമൊന്നും ബാധകമല്ല എന്ന് നമുക്ക് വേണ്ടി നമ്മുടെ പക്ഷത്ത് നിന്ന് പിതാവിൻ്റെ മുൻപാകെ വാദിക്കുന്ന ഒരു വക്കീലിൻ്റെ സ്ഥാനമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനുള്ളത്. ഞങ്ങളൊരു കോർട്ട് റൂമിൻ്റെ പശ്ചാത്തലത്തിൽ ചിന്തിച്ചാൽ, സ്വർഗത്തിലെ കോടതി അത്യുന്നത ന്യായാധിപനായ പിതാവായ ദൈവ സിംഹാസനത്തിലിരിക്കുന്നു. നിങ്ങളെന്ന വ്യക്തിയെക്കുറിച്ച് കുറ്റം പറയുവാനായിട്ട് പിശാച് ദൈവസ്ഥാനത്തിൽ നിൽക്കുന്നു. പിശാചിന് സ്വർഗത്തിൽ കയറുവാൻ കഴിയും. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ സ്വർഗത്തിൽ നിന്നും പിശാചിനെയും തൻ്റെ ദൂതന്മാരെയും തള്ളിക്കളയുന്നത് വരെ പിശാചിന് സ്വർഗത്തിൽ ആക്സസ് ഉണ്ട്. അതവൻ വിനിയോഗിച്ചുകൊണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് യോബിനെ കുറിച്ച് കുറ്റം പറയുവാനായിട്ട് യോബിനെ പരീക്ഷ അനുവദിച്ചതും മറ്റും. ഇത് യോബിന് മാത്രമുള്ള സംഭവമല്ല, ലോകത്തിലുള്ള ദൈവമക്കൾക്ക് എല്ലാവർക്കും ഈ പ്രതിസന്ധി ഉണ്ട്. അവരെക്കുറിച്ചൊക്കെ ചെന്ന് കുറ്റം പറയുവാനായിട്ട് എല്ലായ്പ്പോഴും ബദ്ധശ്രദ്ധനാണ്. നമുക്കുള്ള കുറ്റവും പറയും, ഇല്ലാത്ത കുറ്റവും പറയും. ഇത് രണ്ടുമുണ്ട്. അപ്പോൾ ഉള്ള കുറ്റമാണെങ്കിലും ഇല്ലാത്ത കുറ്റമാണെങ്കിലും അവിടെ കോടതിയിൽ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ, നമുക്കെതിരെ ഒരു കുറ്റപത്രം ഉന്നയിക്കുമ്പോൾ ഇതിനെ റെഫ്യൂട്ട് ചെയ്യുവാൻ നമുക്ക് വേണ്ടി പിതാവായ മധ്യസ്ഥത ചെയ്യുവാനോ
ഒരു വക്കീല് നിശ്ചയമായിട്ടും ആവശ്യമാണ്. ആ വക്കീൽ എല്ലായ്പ്പോഴും അവിടെ അവൈലബിൾ ആണ്. അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഇപ്പോഴത്തെ മധ്യസ്ഥത ശുശ്രൂഷ എന്ന് പറയുന്നത്. പിശാച് സദാസമയവും കുറ്റം ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ്. സദാസമയം 24 hours വർക്കിംഗ് ആണ്. നമ്മൾ കിടന്നുറങ്ങുമ്പോഴും അവനവിടെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ആ, ചില കാര്യങ്ങൾ യാഥാർത്ഥ്യമായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ തെറ്റ് ചെയ്താൽ അവിടെ ചെന്നിട്ട് പിശാച് ദേ നിന്റെ മകനാണെന്നാണ് പറയുന്നത്, പക്ഷേ എൻ്റെ പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, തെളിവ് ഇന്നതി ചെയ്തു എന്ന് പറയുമ്പോൾ ദൈവത്തിന് എൻ്റെ മകനല്ലേ, അതുകൊണ്ട് ഞാനങ്ങ് ക്ഷമിച്ചു എന്ന് പറയാൻ പറ്റില്ല. കാരണം ദൈവം നീതിമാനാണ്. സ്വർഗത്തിലിരിക്കുന്ന ദൈവം നീതിമാനായ ന്യായാധിപതിയാണ്. നീതിമാനായ ന്യായാധിപതിക്ക് പിശാചിനോട് പോലും നീതിപൂർവം മാത്രമേ ഇടപെടാൻ കഴിയുകയുള്ളൂ. പിശാചായതുകൊണ്ട് നീ പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന് തള്ളിക്കളയാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ നീതിയുടെ വ്യവസ്ഥിതിയിൽ നിന്നുകൊണ്ട് പിശാച് ദൈവത്തിൻ്റെ മക്കൾ ഒരാൾ ചെയ്ത തെറ്റിനെ കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ അത് നിശ്ചയമായിട്ടും ഹാൻഡിൽ ചെയ്തേ പറ്റുകയുള്ളൂ. എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? തെറ്റ് ചെയ്യുന്ന ആൾ ശിക്ഷിക്കപ്പെടണം. അതാണ് ദൈവത്തിൻ്റെ നീതി. എന്നാൽ നാം യേശുക്രിസ്തു മുഖാന്തരം പിതാവിനോട് അപേക്ഷിക്കുമ്പോൾ യേശുക്രിസ്തു നമുക്ക് മധ്യസ്ഥനായി നിന്നുകൊണ്ട് നമുക്ക് എതിരെ വാദിക്കുന്ന പിശാചിനെതിരെ പ്രതിവാദമുയർത്തുവാനായിട്ട് പ്രതിയുടെ ഭാഗത്ത് നിന്ന് പക്ഷം പിടിച്ചു വാദിക്കുന്ന ഒരു വക്കീൽ എന്ന നിലയിൽ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി സ്വർഗത്തിലുണ്ടെന്നുള്ളതാണ് പക്ഷവാദ ശുശ്രൂഷയുടെ അടിസ്ഥാനമെന്ന് പറയുന്നത്. അത് വിവിധ വേദഭാഗങ്ങൾ നമുക്കതിനെ ഓർമ്മിപ്പിച്ചു തരുന്നുണ്ട്. വിശേഷിച്ച് എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 24-25 വാക്യങ്ങൾ, ക്രിസ്തുവോ എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോഹിത്യം ആകുന്നു അവിടത്തേക്കുള്ളത്. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായും രക്ഷിപ്പാൻ അവിടുന്ന് പ്രാപ്തനാകുന്നു. നമ്മുടെ വക്കീലിൻ്റെ ഒരു ഗുണമെന്തെന്ന് ചോദിച്ചാൽ, തന്നെ ഭരമേൽപ്പിച്ച ഒരു കേസും ഇന്നുവരെ തോറ്റ ചരിത്രമില്ല, തോൽക്കുകയുമില്ല. എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിനോട് കർത്താവെ ഞാൻ തെറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന് ഒരുവൻ ഭൂമിയിൽ നിന്ന് അപേക്ഷിക്കുമ്പോൾ അത് പൂർണ്ണമായും പരിഹരിപ്പാൻ പ്രാപ്തനായ ഒരു വക്കീലാണ് നമ്മുടെ കർത്താവ്. അപ്പോൾ ഇതൊരു കോർട്ട് ഓർഡറിൽ പറയുമ്പോൾ ഞാനിവിടെ ഓർപ്പിച്ചിട്ടുള്ളതാണ്, എന്നാൽ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഒന്നുകൂടെ പറയുകയാണ്. ഒരു മനുഷ്യൻ, വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവപൈതൽ ഭൂമിയിൽ ഒരു തെറ്റ് ചെയ്യണമെങ്കിൽ ആ തെറ്റിലേക്ക് പിശാച് അവനെ വശീകരിക്കണം. അങ്ങനെ വശീകരിക്കുന്ന വേളയിൽ അവനിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് അവനെ അലേർട്ട് ചെയ്യും, പെട്ടെന്ന് അലേർട്ട് ചെയ്യും, ഇത് തെറ്റാണ്, ഇത് പിശാച് നിന്നെ ചതിക്കാൻ ശ്രമിക്കുന്നതാണ്, അതുകൊണ്ട് സൂക്ഷിക്കണം. പക്ഷെ തെറ്റാണെന്ന് നമുക്ക് അറിയാമെങ്കിലും ഈ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം നമ്മളങ്ങ് തെറ്റി ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെ തെറ്റിപ്പോകുമ്പോൾ നമ്മുടെ മനസാക്ഷിയുടെ കോടതിയിൽ നിന്ന് വീണ്ടും പരിശുദ്ധാത്മ എന്ന കാര്യസ്ഥൻ നമ്മോട് വാദിക്കും, നീ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, തെറ്റിപ്പോയി. ഇങ്ങനെ നമ്മോട് വാദിക്കുമ്പോൾ നമ്മളതിനെ നിരാകരിക്കാം, സ്വീകരിക്കാം. നിരാകരിച്ചാൽ നമ്മൾ പിന്നീട് അതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട് വരും. എന്നാൽ സ്വീകരിച്ചാൽ നമുക്ക് ഒരു പരിഹാരമാർഗം പരിശുദ്ധാത്മാവ് അർപ്പിക്കും. അത് സ്വർഗത്തിലെ കോടതിയിൽ അപ്പീൽ കൊടുക്കുവാനാണ്. അപ്പോൾ സ്വർഗത്തിലെ കോടതിയിൽ പിതാവിൻ്റെ മുമ്പിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ സദാ റെഡിയാണ്, കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ പ്രാർത്ഥനയിൽ പറയുന്നത്, കർത്താവെ, ഇങ്ങനെ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ വന്നുപോയി, തെറ്റായെന്നൊന്നും അറിയാമായിരുന്നു, എന്നിട്ടും ഞാൻ തെറ്റിപ്പോയി, കർത്താവെ എന്നോട് ക്ഷമിക്കണമേ, അങ്ങയുടെ ക്രൂശിലെ രക്തം ഈ പാപത്തിനും പരിഹാരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന കർത്താവെ എന്നോട് ക്ഷമിക്കണമേ എന്ന് നാം പറയുന്ന നിമിഷത്തിൽ നമ്മുടെ കർത്താവിന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സാധിക്കും. അപ്പോൾ പിശാച് അവിടെ വാദിച്ചുകൊണ്ട് അതേ കാര്യത്തിന് വേണ്ടി നിൽക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ പിതാവ് ഈ ഗൗരവമായ കുറ്റത്തെ ഗൗരവമായി കണ്ട് നോക്കുമ്പോൾ പുത്രൻ അവിടെ നിന്ന് കരമുയർത്തും. വക്കീലിന് സംസാരിക്കണമെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണം. അങ്ങനെ ഹാൻഡ് റൈസ് ചെയ്യും. അപ്പോൾ ആ കരത്തിൽ എന്താണ് ഉള്ളതെന്ന് നമുക്കറിയാം, ആണിപ്പഴുതുണ്ട്. അപ്പോൾ നമ്മുടെ വക്കീല് ഇങ്ങനെയായിരിക്കും വാദിക്കുന്നത്. ഒരു ഉദാഹരണത്തിലൂടെ പറയുന്നതേ ഉള്ളൂ. എൻ്റെ കക്ഷി
കുറ്റം ചെയ്തുവെന്ന് വാദിഭാഗം ആരോപിക്കുന്നത് സത്യമായ കാര്യമാണ്, അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ അവൻ ചെയ്ത ആ തെറ്റിനു കൂടിയാണ് ഞാൻ ക്രൂശിൽ ശിക്ഷ വാങ്ങിയതെന്ന് അവൻ വിശ്വസിച്ചു എന്ന കാരണത്താൽ എൻ്റെ കക്ഷിയുടെ ശിക്ഷ നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് അവിടുന്ന് അവന് മാപ്പ് കൊടുക്കണം എന്ന് യേശുക്രിസ്തു പിതാവിനോട് അപേക്ഷിക്കുമ്പോൾ, പിതാവ് തൻ്റെ പുത്രൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ, പുത്രന് ക്രൂശിൽ താൻ സകല മനുഷ്യരുടെയും പാപം ഏൽപ്പിച്ചു കൊടുത്തത് നിമിത്തം സഹിക്കേണ്ടി വന്ന കഷ്ടതകൾ നിമിത്തം അതിൽ വിശ്വസിച്ച ഒരുവനെ പാപമോചനം നൽകുമെന്ന് വാഗ്ദാനം നിമിത്തം ദൈവം ആ കുറ്റം നമ്മോട് ക്ഷമിക്കുകയും പിശാചിനെ ശാസിക്കുകയും ചെയ്യും. ഇത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. മഹാപുരോഹിതനായ യേശുവ പോലും ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ മുഷിഞ്ഞ വസ്ത്രത്തോടുകൂടെ നിൽക്കുന്നു എന്ന നിസ്സാരമായ കുറ്റമാണ് പറയുന്നത്. പുരോഹിത വസ്ത്രം അതിശ്രേഷ്ഠമാണ്, അത് എപ്പോഴും വിശുദ്ധമായിരിക്കണം, ഇതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ മുഷിഞ്ഞ വസ്ത്രത്തോടുകൂടെ ദൈവസന്നിധിയിൽ നിന്നു. നമ്മുടെ ദൃഷ്ടിയിൽ അത് വലിയ കുറ്റമൊന്നുമല്ല, പക്ഷെ പിശാച് അത് വലിയ കുറ്റമായിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ കർത്താവ് പിശാചിനെ ശാസിച്ചതായിട്ടാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. കാരണം ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയായതുകൊണ്ട് പിശാച് ആരോപിച്ച കുറ്റം നിലനിൽക്കുന്നില്ല എന്നാണ് അവിടെ ഓർമ്മിപ്പിച്ചത്. നമ്മുടെ കർത്താവ് ആ വിധത്തിൽ ചെയ്തതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യഭാഗം ഞാൻ വായിച്ചേൽപ്പിക്കുക. സക്കറിയാവിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ. അനന്തരം അവൻ എനിക്ക് മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതൻ്റെ മുമ്പിൽ നിൽക്കുന്നതും, യഹോവയുടെ ദൂതൻ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ചാണ്, സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവൻ്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു തന്നു. യഹോവ സാത്താനോട്, സാത്താനെ, യഹോവ നിന്നെ ഭർഷിക്കുന്നു, യെരൂശലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ നിന്നെ ഭർഷിക്കുന്നു. ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലോ എന്ന് കൽപ്പിച്ചു. എന്നാൽ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. അവൻ തൻ്റെ മുമ്പിൽ നിൽക്കുന്നവരോട് മുഷിഞ്ഞ വസ്ത്രം അവങ്കിൽ നിന്ന് നീക്കിക്കളയുമെന്ന് കൽപ്പിച്ചു. പിന്നെ അവനോട്, ഞാൻ നിന്റെ അകൃത്യം നിന്നിൽ നിന്ന് പോക്കിയിരിക്കുന്നു, നിന്നെ ഉത്സവസ്ത്രം ധരിപ്പിക്കുമെന്ന് അരുളി ചെയ്തു. മാത്രമല്ല അവൻ്റെ തലയിൽ വെടിപ്പുള്ള ഒരു മുടി വെക്കട്ടെ എന്നും അവിടുന്ന് കൽപ്പിച്ചു. അപ്പോൾ ഈ ദൃഷ്ടാന്തം ഞാൻ ഓർമ്മിപ്പിച്ചതിൻ്റെ കാരണം ഇത് തന്നെയാണ്. യേശു കർത്താവിനോട് നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്ന ഓരോ നിമിഷവും സംഭവിക്കുന്നത്. അവിടുന്ന് നമ്മെ പിശാചിൻ്റെ മുൻപിൽ നമ്മെ നീതീകരിച്ച് നമുക്ക് നമ്മുടെ വസ്ത്രത്തിൽ പറ്റിയിരിക്കുന്ന കറയും കളങ്കവുമെല്ലാം നീക്കി ആ മുഷിഞ്ഞ വസ്ത്രത്തിന് പകരം വെടിപ്പുള്ള വസ്ത്രം നമ്മെ ധരിപ്പിക്കുന്നു. മാത്രമല്ല അവിടുന്ന് നമ്മുടെ തലയിൽ വെടിപ്പുള്ള ഒരു കിരീടം വെക്കുന്നു. അത് നമ്മുടെ രക്ഷയുടെ സൂചകമായിട്ട് വേണമെങ്കിൽ ചിന്തിക്കാം. അപ്പം ചുരുക്കത്തിൽ ഇവിടെ ഒരു കോർട്ടിൽ നടക്കുന്ന അതേപോലെ തന്നെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മെ പിതാവിൻ്റെ മുൻപാകെ നമ്മുടെ പാപങ്ങളെ പരിഹരിപ്പാനായിട്ട് അവിടുന്ന് എന്നേക്കും ജീവിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മെ ഈ കാര്യത്തിൽ ഉറപ്പുള്ളവരാക്കി തീർക്കേണ്ടതാണ്. അപ്പോൾ എങ്ങനെയാണ് പക്ഷപാതം ചെയ്യുന്നത് എന്നുള്ളത് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നുവല്ലോ. വെളിപ്പാട് പുസ്തകം 12:10 നാം ഇങ്ങനെ വായിക്കുന്നു, അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. ഈ സംഭവം നടക്കുന്നത് വരെ പിശാച് സദാസമയവും ദൈവമക്കളെക്കുറിച്ച് ദൈവസന്നിധിയിൽ ചെന്ന് കുറ്റം ചുമത്തിക്കൊണ്ടിരിക്കും. പക്ഷേ അവിടെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച കുറ്റങ്ങളെ നമ്മുടെ കർത്താവ് റെഫ്യൂട്ട് ചെയ്യും, അവിടുന്ന് അതിനെ പരിഹരിക്കും. നമുക്ക് വേണ്ടി പക്ഷം പിടിച്ച് വാദിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ പക്ഷപാത ശുശ്രൂഷയെക്കുറിച്ചുള്ള പരിജ്ഞാനം നമുക്ക് ഓരോരുത്തർക്കും അത്യന്താപേക്ഷിതമാണ്. 1 യോഹന്നാൻ 2:1-2 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഭാഗം കൂടെ ഞാൻ അതിനോട് കൂട്ടിച്ചേർക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്നൊരു കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്, അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുന്നു.
അപ്പോൾ യേശു കർത്താവ് എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ സന്നിധിയിലുണ്ട് എന്നുള്ള ബോധം എല്ലായ്പ്പോഴും നമുക്കുണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ അഥവാ ഇനി നാം തെറ്റ് ചെയ്താൽ ഇത് പാപം ചെയ്യുവാനുള്ള ലൈസൻസ് ആയിട്ട് ആരും ചിന്തിക്കരുത്. അത് പറഞ്ഞുകൊണ്ടാണല്ലോ യോഹന്നാൻ ആരംഭിക്കുന്നത് തന്നെ, എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. അപ്പോൾ പാപത്തിൽ തുടരുക എന്നുള്ളത് ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരിക്കലും സാധ്യമല്ല, അത് അസംഭവ്യവുമാണ്. യഥാർത്ഥ ദൈവവേദൽ പാപത്തിൽ അകപ്പെട്ടാൽ അവൻ ആ പാപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ പരിശുദ്ധാത്മാവ് അവനെ നിരന്തരം ദണ്ഡിപ്പിച്ചുകൊണ്ടിരിക്കും, അവൻ്റെ മനസാക്ഷിയോട് വാദിച്ചുകൊണ്ടിരിക്കും. അതിനു മുമ്പിൽ അവന് പിടിച്ചു നിൽക്കുവാനായിട്ട് കഴിയുകയില്ല. അവൻ കർത്താവിൻ്റെ പാദപീഠത്തിൽ വീണേ മതിയാവുകയുള്ളൂ. അവൻ്റെ കുറവുകളെ താൻ ഏറ്റുപറയുമ്പോൾ നിശ്ചയമായിട്ടും സ്വർഗത്തിലെ കോടതിയിൽ പിതാവിന് മുമ്പാകെ കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത് നമ്മുടെ പാപം മോചിച്ചു തരും, നമുക്ക് പ്രായശ്ചിത്വം വരുത്തി തരും. അപ്പോൾ ഈ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാൻ 1-ാം അധ്യായത്തിൽ പറഞ്ഞത്, നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് നമ്മുടെ സകല അനീതിയും പോക്കി നമ്മെ വിശുദ്ധീകരിക്കുവാൻ അവിടുന്ന് നീതിമാനും വിശ്വസ്തനുമാകും. അപ്പോൾ നമ്മുടെ കർത്താവ് അനുകമ്പയുള്ളൊരു മഹാപുരോഹിതനായിട്ടാണ് ഈ ശുശ്രൂഷ ചെയ്യുന്നത് എന്ന് എബ്രായ ലേഖനം 4:15-16 വാക്യങ്ങൾ വായിക്കുന്നു. അതായത് നമ്മെപ്പോലെ തന്നെ പാപമൊഴിക സകല പരീക്ഷകളിലൂടെയും നമ്മുടെ കർത്താവ് കടന്നുപോയിട്ടുണ്ട്. നാം സഹിക്കുന്ന വേദനയും കഷ്ടവും നിന്ദയും പരിഹാസങ്ങളും എല്ലാം കർത്താവ് സഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാം കർത്താവ് മുഖാന്തരം പിതാവിനോട് അടുക്കുവാനായിട്ട് ആഗ്രഹിച്ചു വരുമ്പോൾ നമ്മെ അറിയാം. അവിടുന്ന് ഈ ഭൂമിയിൽ 33 വർഷക്കാലം ജീവിച്ചപ്പോൾ മനുഷ്യൻ്റെ സകല പ്രശ്നങ്ങളും അവിടുന്ന് സഹിച്ചിട്ടുണ്ട്. ഒറ്റക്കാര്യം ഒഴികെ പാപം ചെയ്തിട്ടില്ല. അത് നമ്മൾ വിശദമായിട്ട് പഠിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് എബ്രായ ലേഖനം 4:15-16 വരെ പറയുകയാണ്, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ നമ്മോട് സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രയും നമുക്കുള്ളത്. ആകയാൽ നാം കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. അപ്പോൾ തെറ്റുപറ്റിപ്പോകുമ്പോൾ നമ്മൾ അധൈര്യപ്പെട്ട് പ്രയാസപ്പെട്ട് ഇനി ഒരിക്കലും എനിക്ക് ഒരു മടങ്ങിയവരും ഉണ്ടാവുകയില്ല എന്ന് ചിന്തിച്ച് നിരാശയിലും നാം വിഷാദരോഗത്തിലും ആയിപ്പോവുകയല്ല വേണ്ടത്. മറിച്ച് ധൈര്യത്തോടെ കടന്നു വരുവാൻ ദൈവം നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് വരിക. എന്താണ് നമ്മുടെ ധൈര്യം? അത് ഓർപ്പിക്കുവാനാണ് ഇത് സൂചിപ്പിക്കുന്നത്. നമ്മുടെ ധൈര്യം, നമുക്കൊരു മഹാപുരോഹിതൻ അഥവാ നമുക്കൊരു വക്കീൽ സ്വർഗത്തിലുണ്ട് എന്നും ആ വക്കീൽ ഏറ്റെടുത്ത ഒരു കേസും ഇന്ന് വരെ പരാജയപ്പെട്ടിട്ടില്ല എന്നും എൻ്റെ ഈ കേസും എൻ്റെ കർത്താവിനെ ഞാൻ ഭരമേൽപ്പിക്കുമ്പോൾ അവിടുന്ന് അത് സമ്പൂർണമായിട്ടും വിജയത്തിലെത്തിക്കും, എനിക്ക് പാപക്ഷമ നിശ്ചയമായിട്ടും ലഭ്യമാക്കുമെന്നുള്ള ധൈര്യമാണ് നമുക്ക് കർത്താവ് മുഖാന്തരം പിതാവിനോട് അടുക്കുവാൻ വേണ്ടി ഉണ്ടായിരിക്കേണ്ടത്. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് നമ്മുടെ പ്രതിനിധിയാണ്, നമ്മുടെ റെപ്രസെൻറ്റേറ്റീവാണ്. അതായത് നമ്മുടെ കർത്താവ് സ്വർഗാരോഹണം ചെയ്തത് നാം വായിക്കുന്നു എബ്രായ ലേഖനം 9:24, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനായിരിക്കുന്നു. നമ്മുടെ കർത്താവ് സ്വർഗാരോഹണം ചെയ്ത് ദൈവസന്നിധിയിലാണ് എത്തിയിരിക്കുന്നത്. പക്ഷെ ആർക്ക് വേണ്ടിയാണ് പോയിരിക്കുന്നത്? നമുക്ക് വേണ്ടിയാണ്. നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനായിരിക്കുന്നു. അപ്പോൾ എബ്രായ ലേഖനം അത് വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്ന ഭാഗമാണ് 9:24 മുതലുള്ള വാക്യങ്ങൾ. ക്രിസ്തു വാസ്തവമായതിൻ്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്ക് അത്രേ പ്രവേശിച്ചത്. അപ്പോൾ അവിടെ നമ്മുടെ കർത്താവ് ഉള്ളപ്പോൾ നാമും ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രതിനിധീകരിക്കപ്പെടുകയാണ്. അതായത് നാം ക്രിസ്തുവിലായി തീർന്നു. ക്രിസ്തു പിതാവിന് മുമ്പിൽ നമ്മെ പ്രതിനിധീകരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ക്രിസ്തുവിലായിരിക്കുന്ന നമ്മെ, നമ്മുടെ പാപങ്ങൾ മോചിച്ച് നമ്മെ വിശുദ്ധരും നിഷ്കളങ്കരുമായി സൂക്ഷിക്കുവാൻ പിതാവിൻ്റെ സന്നിധിയിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. അവസാന ചിന്തയായിട്ട് നമ്മുടെ കർത്താവ് ഈ മധ്യസ്ഥതാ ശുശ്രൂഷ ചെയ്യുന്നത് കൊണ്ട് എന്താണ് നമുക്ക് ലഭ്യമായ അനുഗ്രഹങ്ങൾ? പ്രായോഗികമായിട്ട് എന്ത് അനുഗ്രഹങ്ങളാണ് നമുക്കുള്ളത്? ഇതിൻ്റെ ഒന്നാമത്തെ
മറുപടി സ്വർഗത്തിൽ നമുക്ക് വേണ്ടി സംസാരിപ്പാൻ ഒരുവൻ ഉണ്ടെന്നുള്ളതാണ്. അതാണല്ലോ നമ്മൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത്. നമുക്ക് വേണ്ടി സംസാരിപ്പാൻ, നമുക്ക് വേണ്ടി വാദിക്കുവാൻ, നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ, നമുക്ക് സഹായം നൽകി തരുവാൻ നമ്മുടെ കർത്താവുണ്ട്. എബ്രായർ 4:16 പറയുന്നത് പോലെ, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. ഇത് നമ്മുടെ കർത്താവ് നിരന്തരം നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാനുണ്ടെന്നുള്ളത് നമ്മുടെ രക്ഷയുടെ ഉറപ്പ് നമുക്ക് നൽകുന്നതാണ്. രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിൽ ഒരു തെറ്റ് ചെയ്താൽ ഉടൻ തന്നെ പിന്നെയും അവൻ മരിച്ചുപോയി, നാശത്തിലേക്ക് പോയി എന്നൊന്നും ചിന്തിക്കേണ്ടതില്ല. അങ്ങനെ പ്രയാസപ്പെടേണ്ട കാര്യമില്ല. തെറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു, എന്നാൽ തെറ്റിപ്പോയി. തെറ്റിപ്പോയാലും നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിലുണ്ട്. അതുകൊണ്ട് യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് പിതാവുമായിട്ട് നേരിട്ട ആ ബന്ധത്തിലെ വിടവ് നികത്തുവാനായിട്ട് സാധിക്കും എന്നുള്ള ധൈര്യം നമുക്ക് കർത്താവ് നൽകുന്നു. ലൂക്കോസ് 22:32 ശീമോനോട് കർത്താവ് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. അതെ, കോതമ്പ് പോലെ നിന്നെ പാറ്റേണ്ടതിന് പിശാച് അനുവാദം ചോദിച്ചു, സാത്താൻ അനുവാദം ചോദിച്ചു. നിന്റെ വിശ്വാസം പോകാതിരിപ്പാൻ ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. ഇതാണ് മധ്യസ്ഥതാ ശുശ്രൂഷ എന്ന് പറയുന്നത്. പിതാവിനോട് ശീമോന് വേണ്ടി ലോകത്തിലായിരുന്നപ്പോൾ തന്നെ അപേക്ഷിച്ചു. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലുള്ള ക്രിസ്തു നമുക്ക് വേണ്ടി എത്രമാത്രം അപേക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് നാം തിരിച്ചറിയുക. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഈ മധ്യസ്ഥത എന്ന് പറയുന്നത് ഇത് കേവലം ഒരു ദൈവശാസ്ത്ര സിദ്ധാന്തം മാത്രമല്ല, ഒരു ദൈവശാസ്ത്രത്തിൻ്റെ ഒരു പഠനമല്ല, മറിച്ച് ദൈവമക്കളുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ആണിക്കല്ലാണ്, നട്ടെല്ലാണ്. നമുക്ക് വീഴ്ചയുണ്ടാകുമ്പോൾ, കുറവുകൾ സംഭവിക്കുമ്പോൾ നാം തളർന്നു പോകാതെ നമുക്ക് വേണ്ടിയൊരു മധ്യസ്ഥൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ സജീവമായിട്ട് സദാ നമ്മെ സഹായിപ്പാൻ സന്നദ്ധനായിട്ടുണ്ട് എന്നുള്ളത് തിരിച്ചറിയുമ്പോൾ നിശ്ചയമായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ഒരു മധ്യസ്ഥനുണ്ടെന്നുള്ള വലിയ ധൈര്യത്തോടെ അടുത്തില്ലുവാനായിട്ട് സാധിക്കും. ഈ സ്വർഗാരോഹണം ചെയ്ത കർത്താവ് കേവലം മധ്യസ്ഥതാ ശുശ്രൂഷ മാത്രം ചെയ്യുന്നുവെന്ന് അതുകൊണ്ട് അർത്ഥമാക്കുന്നില്ല. മറ്റ് ചില കാര്യങ്ങൾ കൂടെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ടൈറ്റിൽ മാത്രം ഞാനൊന്ന് പറയാം. ദൈവസഭയുടെ തലവനായിട്ട് അഥവാ തലയായിട്ട് അവിടെ നിന്ന് അധികാരം നടത്തുന്നു. അതായത് ദൈവസഭയുടെ അധികാരം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൈകളിലാണ്. അവിടെ നിന്നാണ് സഭയെ പണിതുകൊണ്ടിരിക്കുന്ന പണിക്കാരനും. അപ്പോൾ സഭ ക്രിസ്തുവിൻ്റേതാണ്. ആ ക്രിസ്തുവിൻ്റെ സഭയെ, ശരീരമാകുന്ന സഭയെ ഭരിച്ചു നടത്തുക എന്നുള്ള ശുശ്രൂഷ ഇപ്പോൾ നമ്മുടെ കർത്താവ് മധ്യസ്ഥതാ ശുശ്രൂഷ കൂടാതെ ചെയ്യുന്നുണ്ട്. മറ്റൊരു കാര്യം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വാഗ്ദാനം ചെയ്തതുപോലെ നമുക്ക് വേണ്ടി സ്ഥലമൊരുക്കുന്ന കാര്യമാണ്. അവിടെ നമുക്ക് വേണ്ടി സ്ഥലമൊരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മോട് അവിടുന്ന് വാഗ്ദാനം ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാണ്. പോയാൽ ഞാൻ പരിശുദ്ധാത്മാവിനെ വാങ്ങി അയക്കുക മാത്രമല്ല, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ പിന്നെയും നാം ഒരുമിച്ചായിരിക്കുവാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി മടങ്ങി വരും എന്ന വാഗ്ദാനം ദൈവമക്കളുടെ തുടിക്കുന്ന പ്രത്യാശയാണല്ലോ. അപ്പോൾ നമ്മുടെ കർത്താവ് അവിടുന്ന് എവിടെ ഇരിക്കുന്നുവോ അവിടെ നമ്മയും ഇരുത്തേണ്ടതിന് മടങ്ങി വരുമെന്നുള്ള പ്രത്യാശയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണവും അവിടുന്ന് ഇപ്പോൾ ചെയ്യുന്ന ശുശ്രൂഷയും എന്ത് എന്നുള്ളത് രത്നച്ചുരുക്കമായിട്ട് മനസ്സിലാക്കി തരുവാനാണ് ശ്രമിച്ചത്.